റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ തിരു മയിൽവാഹനം കതിരേഷ്. സാർ റിട്ടയർഡ് ആണ് എനിക്ക് എതുക്ക് സാർ സല്യൂട്ട്? ഈ സല്യൂട്ട് 30 വർഷത്തെ സർവീസിന്, ഓണറബിൾ സർവീസ്. താങ്ക് യു സാർ. ബർത്ത് നമ്പർ 6. ஆமா சார். சார் நாதி இந்த இடத்துல தான் குத்தேറ്റ് കിടന്നത്. കുത്തേറ്റത് ഏറ്റവും വൈറ്റൽ പാർട്ട്. ആമാ സാർ. ഒഫൻസ് അഗൈൻസ്റ്റ് ദ ഹ്യൂമൻ ബോഡി. ആമാ സാർ. ഈ കുറ്റകൃത്യം അപ്പോ ഒരു കൊലപാതകമായി കണക്കാക്കണം വേണ്ടേ? അതെപ്പടി സാർ? സാർ ആള് പുണം പോലെ ആയെങ്കിലും ഇതയോ ഇപ്പവും തുടിക്കരുത് സാർ. ഹാർട്ട് ബീറ്റ് ഉള്ള ഒരു ഡെഡ് ബോഡി. ആമാ. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. അപ്പൊ കേസ് ചാർജ് ചെയ്യേണ്ടത് സെക്ഷൻ 302 മർഡർ. കുത്തിയത് ബാലുവോ കട്ട്രോട്ട് ബാൻഡിറ്റ്സോ? സാർ ഇപ്പടി കേട്ടെങ്ങനെ ഒന്നുമേ പുരിയാതെ സാർ. 30 വർഷത്തെ സർവീസ് ഉള്ള ഒരാളുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് എനിക്ക് വേണ്ടത്. ഒന്നമ്പലോ സാർ. സാർ നാദിയാവെ இந்த കത്തിയാല தான் കുത്തിയത്. സർജിക്കൽ ബ്ലേഡ് ആണല്ലോ? ஆமா சார். இது வந்து சி கூப்பையில டாக்டர்மார கையில் இருந்தது. മാമ്പഴം സത്രതുക്കാக നമ്മ കളമോടി രാജമ്മ കടം വാങ്ങിയിരുന്നു. ബാലുവിന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? അത് தெரியாது സാർ. രാജമ്മയുടെ പൊണ്ണു നടിക പ്രിയ റോസ് ബാലുവിടെ ഓൾഡ് കാതലി. நான் சுற்றி வளைச்சு மிரட்டி கேட்டுட்டோம். காதல் வைராகியத்தினாலே பாரு குத்தியது பிரியாவைத்தானு புலம்பிட்டு இருக்கு சார். பைத்தியக்காரன் சார். ഇത് നാദിയാവുടെ കടവാപ്പല്ല്, അണപ്പല്ല് സ്പോട്ടിലേ കിടച്ചത്. സെൽവൻ സർ, ബാലു ഭ്രാന്ത് അഭിനയിക്കുകയാണോ എന്ന് അന്വേഷിക്കണം സർ. പിന്നെ നാദിയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിന്റെ റിപ്പോർട്ട്, രണ്ടും നമുക്ക് ഉടനെ കിട്ടണം. റിപ്പോർട്ട് എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർ. സാർ நான் என்ன நினைக்கிறேன்னு கொஞ்சம் சொல்லட்டுமா? சொல்லுங்கோ. ஒரு காலத்திலும் கண்டுபிடிக்க முடியாத ஒரு கேஸுக்கு தான் நீங்க இவ்வளவு கஷ்டப்பட்டு முயற்சி பண்ணிட்டு இருக்கீங்க சார். തെളിയിക്കും നമ്മൾ. എന്റെ കൂടെ സാക്ഷാൽ മയിൽവാഹനമില്ലേ? തെളിയിക്കും. മുരുകാ, ആണ്ടവാ, കാർത്തികേയ. നെക്സ്റ്റ് സാർ. ഏക് കൂപ്പേ. துளசிமணி டிக்கெட் சென்னை டு மங்களாபுரம். ஆமா சார். மூகாம்பியில சாமி கும்பிடுறதுக்கு தான் போயது. நம்ம ரயில்வே டிவிஷனல் மேனேஜர் விஜயபான சாரோட சிஸ்டர்ல இந்த பொண்ணு சார். இந்த கேஸ்ல ஒண்ணுமே பார்க்க வேண்டாம் சார். போஸ்ட்மார்ட்டம் ரிப்போர்ட்டிலும் இது தூங்கி மரணம் தான். பாப்பா டோர் லாக் பண்ணி உறங்காங்கிடனு. திடீர்னு எந்திரிச்சு கழுத்தில கயிறு போட்டு தற்கொலை பண்ணியாச்சு சார். கஷ்டம் மூளையில பொண்ணு. அல்லாத என்ன சொல்லுங்க சார்? ചെന്നൈയിൽ തൂങ്ങാൻ സ്ഥലം കിട്ടാഞ്ഞിട്ടാ ഫസ്റ്റ് ക്ലാസ് എസിയിൽ കയറി തൂങ്ങിയത്? ചില പേരുടെ സ്റ്റൈല് അപ്പടിത്താ. സത്ത് കിടന്നാലും നല്ല അഴകാ കിടക്കണം. ഈ വിൻഡോ ലോക്ക്ഡ് ആയിരുന്നു. ലോക്ക്ഡ് അല്ല സാർ, ആനാ മൂടിയിരുന്നു. മയിൽവാഹനം എന്നെ സാർ? ഇതൊരു ആത്മഹത്യ. ആമാ സാർ, 100%. ആത്മഹത്യ അല്ല, ആത്മഹത്യ പോലെ ഒരു കൊലപാതകം. ഇങ്ങനെ ഓടിയ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തും. ഹലോ, എന്നെ ഒന്നും ചെയ്യല്ല സാർ. ഞാൻ കൊച്ചിലെ നെഞ്ചടിച്ച് വീണിട്ടുണ്ട്. അതിന്റെ നീര് ഇതുവരെ മാറിയിട്ടില്ല സാർ. ട്രെയിൻ ടിക്കറ്റ് സ്വന്തമാ പ്രിന്റ് പണി വിൽക്കുന്ന ഫ്രോഡ് ഇവൻ. ചുമ്മാ കാശായിട്ടുണ്ട് കള്ളങ്ങൾ വിളിച്ച് പറയല്ലേ സ്വാമി. കാശായത്തെ പറ്റി சொன்னா കിളിച്ചിരുവേ. വേണ്ട, വിട്ടിട്. സോറി സാർ, പഴക്കമായി പോച്ചു സാർ. താനൊരു പിമ്പാണ്. ശരിക്കും എന്നെ കണ്ട പക്ക മാമ എന്ന് തോന്നുന്നു അല്ലേ സാർ? എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഈ കൂപ്പയിലിരുന്ന ശ്രേയാമറിയെ ഡി കൂപ്പയിൽ താൻ എത്തിച്ചത് ആർക്കു വേണ്ടി സാർ? അത് അന്ന് എക്സ്ക്യൂസ് മീ, ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല. എന്താ കാര്യം? എനിക്ക് പേടിയാവുന്നു സർ.
പേടിക്കണമല്ലോ, കാരണം ഞാൻ അതീവ സുന്ദരനായ ടി കുട്ടി എബോ അവറേജ് സുന്ദരി. സമയം അസമയം രണ്ടുപേരും ഒറ്റയ്ക്ക് പേടിച്ചു പോവും. പോയി കിടന്ന് ഉറങ്ങുവച്ചേ. എനിക്ക് അവരുടെ കൂടെ കിടന്ന് ഉറക്കം വരില്ല സർ. ആരുടെ കൂടെ കിടക്കണ്ട, കുട്ടിക്ക് അനുവദിച്ചിട്ടുള്ള ബർത്തിൽ കുട്ടി കിടക്കൂ, താനെ ഉറങ്ങിക്കൊള്ളും. സർ പ്ലീസ്, ആ ഭ്രാന്തന്റെ കൂപ്പിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി തരണം. ഡി കൂപ്പിൽ 2 സീറ്റ് വേക്കൻഡ് ഇല്ലേ? ഡി കൂപ്പിൽ ശരിയാവില്ല, അവിടെ 2 ആണുങ്ങളാ, സ്ത്രീലമ്പടന്മാര്. അറിഞ്ഞുകൊണ്ട് പടക്കത്തെ എടുത്ത് തീയിലോട്ട് തട്ടണോ, അറിയാതെ പിടിയായി പോവും. അതീവ സുന്ദരനായ ചേട്ടായി, ഛേദമില്ലാത്ത ഉപകാരം എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരില്ലേ? അവരോട് ഒന്നും പോയി ചോദിക്കുക, അതിനുള്ള പവർ ചേട്ടായിക്ക് ഉണ്ട്. എനിക്കോ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. 4 പേരുടെ കൂപ്പയിൽ 2 പേരോ? സമ്മതിക്കില്ല ഞാൻ. വെയിറ്റ് ആൻഡ് സീ. ശ്രേയ മറിയെ കൂടെ ഇരുത്താൻ ഡി കൂപ്പയിലെ 3 പേരും സമ്മതിച്ചു. 3 പേരല്ല സാർ, 2 പേർ. പക്ഷേ ടി മുത്തുരാജ് 3 പേർക്ക് ബർത്ത് അലോട്ട് ചെയ്തല്ലോ. ഓ, കൽപ്പാത്തി സീതാരാമൻ, അലക്സാണ്ടർ ചമ്പാടൻ, മിസസ് അലക്സാണ്ടർ ചമ്പാടൻ. അലക്സാണ്ടർ സാർ ഒറ്റയ്ക്കാ വന്നത്. ലഗേജുകൾ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോ കൊച്ചമ്മ കൂടെ കൊണ്ടുവരാഞ്ഞത്. അറിഞ്ഞുകൊണ്ട് 3 കുറ്റങ്ങളാണ് ടി മുത്തു ചെയ്തിരിക്കുന്നത്. ഞാനും. 1, ടിക്കറ്റിൽ തിരിമറി നടന്നു. 2, പാസഞ്ചേഴ്സിന് ശല്യമാകുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് കോച്ചിൽ ചീട്ട് കൊണ്ട് നടന്ന് കോമാളി കളിച്ചു. 3ാമത്തെ കുറ്റം 2 യാത്രക്കാരെ കൊന്നു. സുദർശൻ സർ, ട്രെയിനിൽ നിന്ന് വീണപ്പോ ശ്രേയ മറിയ ഉള്ളം കൈയിൽ മുറുകെ പിടിച്ചിരുന്ന തുണിക്കഷ്ണം. ഇത് കർച്ചീഫാണ് സാർ, മുഖം തുടയ്ക്കാൻ വേണ്ടി. വേണ്ട. അടിച്ചില്ലേ? ടിയുടെ ഷർട്ടിന്റെ നിറം അറിയില്ല. നല്ല പാൽ വെള്ള, അല്ല വൈറ്റ്. അന്ന് ഈ കമ്പാർട്ട്മെന്റിൽ വെള്ള ഷർട്ട് ഇട്ടത് 2 പേർ മാത്രം. ഒന്ന് ടി മുത്തുരാജ്, മറ്റൊരാൾ നിങ്ങൾ 2 ആളും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. പറയാൻ വിട്ടുപോയതാണെങ്കിൽ ഓർമ്മിക്കാൻ ഒരവസരം കൂടി തരാം. അത് കഴിഞ്ഞാൽ സാർ, അന്ന് രാത്രി സേലം സ്റ്റേഷൻ കഴിഞ്ഞ് ഞാൻ അറ്റൻഡർ സുന്ദരനെ തിരക്കി വന്നപ്പോ, എടാ കമ്പിളി സുന്ദര, ആ സി കൂപ്പയിലെ ഡോക്ടേഴ്സിന് ഒരു കുത്തു ചീട്ട്, അല്ല ഒരു കമ്പിളി കൊണ്ട് കൂടെ. എടാ നിന്നോടാണ് പറഞ്ഞത്. കമ്പിളി അല്ലല്ലേ, സോറി. നിങ്ങൾ ഏത് സീറ്റ്, ഏത് കൂപ്പാ? 3 ടയർ AC. സാർ, ഇത് ഫസ്റ്റ് ക്ലാസ് AC ആണ്. അറിയാം സാർ, കഴിഞ്ഞ സ്റ്റേഷനിൽ വെള്ളം മേടിക്കാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും ട്രെയിൻ വിട്ടു. ഓടി കയറിയപ്പോഴും കമ്പാർട്ട്മെന്റ് മാറിപ്പോയി. അതൊരു പ്രശ്നമല്ല, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ മാറി കയറിയാതെ നമുക്ക് അതൊരു റൗണ്ട് ഇരിക്കാം. പന്നിവലെ അറിയൂ? അറിയാം സാർ, പക്ഷെ പോലീസുകാരെ ചീട്ട് കളിക്കാൻ വിളിക്കുന്ന ആദ്യത്തെ ചീറ്റിയാ സാർ. പോലീസായിരുന്നാ? സോറി സാർ. അല്ല, ഞാനൊരു പഴമൊഴി പറഞ്ഞതാ. കമ്പിളി ഹൗസ് മലമ്പുഴ. ഓക്കെ, താങ്ക് യു സർ. റിസർവേഷൻ ഫോമിൽ അയാൾ എഴുതി കൊടുത്തിരിക്കുന്ന അഡ്രസ് മിസ്റ്റർ മണികണ്ഠൻ, പാലക്കൽ ഹൗസ്, മലമ്പുഴ. ബുക്ക്. ഈ മധുക്കര ടിവിയിലേക്കുള്ള വഴി അറിയോ? വണ്ടിക്ക് വട്ടം വെച്ചാണോ വഴി വയ്ക്കണേ നായ്ക്കളെ? നീയൊക്കെ ആരാടാ? നിനക്കറിയില്ലേ? നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ല. അത് മണിയാടാ, മണി.
ഒരു സാധാ കോൺസ്റ്റബിളായ ലക്കിടി മണി എന്തിന് 17 തവണ സിംഗപ്പൂർ വിസിറ്റ് ചെയ്തു? എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാ. 12-ാം തീയതി ഉച്ചയ്ക്ക് ചെന്നൈ എയർപോർട്ടിൽ നീ ഇറങ്ങിയ നിമിഷം മുതൽ ശ്രേയ മരിയ നിന്റെ പിന്നാലെയാണ്. പിന്നാലെ പലരും വരും. ഒരു ആണായ പിന്നാലെ പല പെണ്ണുങ്ങളും വന്നിരിക്കും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ നിന്റെ പിന്നിൽ റാക്റ്റാ. അത് മറക്കരുത്. മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇനി രണ്ടാമതൊരു ചോദ്യമില്ല. ഷൂട്ട് ചെയ്ത് കൊന്ന് റെയിൽവേ ട്രാക്കിൽ എറിയാനാ ഷർഫുദ്ദീൻ സാറിന്റെ ഓർഡർ. സത്യം പറമണി. പറയാം സാർ, പറയാം. ആ സാർ വന്നു. പറഞ്ഞ സാർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. സാർ, യാ പ്ലീസ്. ഐ എം വെരി സോറി അലക്സാണ്ടർ. ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഐ എം എക്സ്ട്രീംലി സോറി. വലിയൊരു ആപത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ നീ ആരടാ? അന്തോണീസ് പുണ്യാളനോ? നീ വലിയ ജെന്റിൽമാനാണ്, ഹീറോയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങ് വാളയാർ ചുരത്തിനപ്പുറം പാണ്ടിക്കൂട്ടിൽ. ഇവിടെ നീ വെറും ബിഗ് സീറോയാ. ഐ നോ യു ആർ എ ബാഡ് ഓഫീസർ. കൂൾ ഡൗൺ എസ്പി സാബ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ ഐ സേ. സിറ്റ് ഡൗൺ. പറയാം സാർ, പറയാം. കാലം കുറയായി അവൾ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ശവം. അന്ന് അവള് കയറിയ ട്രെയിനിൽ അവളോടൊപ്പം ഞാനും കയറി. ശ്രേയ മറിയയുടെ കൊലയാളിയുടെ ശബ്ദം. കൺഫെഷൻ. എന്തായാലും സാറ് രക്ഷപ്പെട്ടു അല്ലേ? ആരാ കൊലയാളി? ലക്കിടി മണി. ഓടുന്ന ട്രെയിനിൽ നിന്ന് ശ്രേയ മറിയയെ പുറത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം മണി തിരിഞ്ഞു നോക്കി ആർക്കോ ഒരു ആംഡ് സല്യൂട്ട് കൊടുത്തല്ലോ. അതിവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, റിലാക്സ്. എസ് പി അദ്ദേഹത്തിന് ഇനി ശ്വാസം വിടാം. ഇൻഫോം ദി എസ് പി ഓഫ് പോലീസ്, സേലം ഡിവിഷൻ. ഇവനെ ഇപ്പൊ തന്നെ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മെയിൽ ചെയ്തേക്കണം. ടേക്ക് ഹിം.